രാജു തമ്പുരാൻ മുക്കിൽ നിന്നാണ്. ശ്രീ രാജു പറയൂ, വെള്ളം കിട്ടിയോ? ഹലോ, നമസ്കാരം. ഞാൻ പുഞ്ചഗിരി വെട്ടുവിള തമ്പുരാമുക്ക് ഭാഗത്താണ്. അവിടെ ഇതുവരെ അവിടെ ചില വീടുകളിൽ വെള്ളം എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടുകളിലൊന്നും വെള്ളം എത്തിയിട്ടില്ല. ഇവിടെ ഒരുപാട് വീടുകളിൽ വെള്ളം എത്താനുണ്ട്. കുട്ടികൾക്ക് പരീക്ഷയാണ്. ആരെങ്കിലും വന്നോ? ഇതൊന്ന് അന്വേഷിക്കാനെങ്കിലും ആരെങ്കിലും വന്നോ അങ്ങോട്ട്? ഇല്ല, അന്വേഷിക്കാനായിട്ട് ആരും വന്നിട്ടില്ല. ചില വീടുകളിൽ വെള്ളം എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ചില വീടുകളിലൊന്നും വെള്ളം എത്തിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ ദിവസങ്ങളൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എങ്ങനെ കടന്നുപോയി? ഈ ടാങ്കറിലൊക്കെ വെള്ളം എത്തിച്ചോ? ടാങ്കറിലൊന്നും ഇവിടെ ഒന്നും വെള്ളം എത്തിച്ചില്ല. ഞങ്ങൾ അടുത്ത കിണറുള്ള കുറച്ച് ദൂരെയുള്ള വീടുകളിൽ നിന്നൊക്കെ വെള്ളം ചുമന്നു കൊണ്ടുവന്നിട്ടാണ് ഈ 4 ദിവസം കൊണ്ട് കഴിയുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. ഇന്നത്തെ പത്രത്തിലും മാതൃഭൂമി പത്രത്തിലുണ്ട്, എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അറിയിച്ചാൽ മതി, വേഗത്തിൽ പരിഹരിക്കുമെന്നൊക്കെ വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും വെള്ളം എത്തിച്ചിട്ടില്ല. ഇവിടെ ടാങ്കറിൽ പോലും വെള്ളമൊന്നും എത്തിച്ചിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. വാട്ടർ അതോറിറ്റിയുടെ കൂടി ശ്രദ്ധയിലേക്ക് പറയാണ്. തമ്പുരാൻമുക്ക് ഭാഗത്തു നിന്നാണ് രാജു പറയുന്നത്. അവിടെയൊന്നും വെള്ളം എത്തിയിട്ടില്ല. ഒരു നൂല് പോലെയെങ്കിലും വരുന്നുണ്ടോ ഒരു ആശ്വാസത്തിന്? വെള്ളമേ വരുന്നില്ല. വെള്ളം അടുത്ത വീടുകളിലൊക്കെ ഇപ്പം ചെറുതായിട്ട് നൂല് പോലെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളവിടെ ഒന്നും എത്തിയിട്ടില്ല. ഇന്ന് രാത്രി മുതൽ നമ്മൾ കാത്തിരിപ്പാണ്. രാത്രി 4 മണിക്ക് 3 മണിക്ക് എണീച്ചിട്ട് ആണ് വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് പരീക്ഷയൊക്കെ ഉള്ളതാണ്. അതെ, എത്ര ദിവസമായി ഇതാണ് അവസ്ഥ. നമ്മൾ എന്തായാലും ഇതിന്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ സ്ഥലങ്ങളിൽ വെള്ളം കിട്ടിയെന്ന ആശ്വാസമാണ്. വളരെ നന്ദി ശ്രീ രാജു. ഇപ്പോൾ കരമനയിൽ നിന്നും ശ്രീ KSN നായരുണ്ട്. ശ്രീ KSN പറയൂ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയോ? ആശ്വസിക്കാവുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇന്ന് 6 ദിവസമായി. ഇന്നലെ രാത്രി മുഴുവൻ പൈപ്പ് തുറന്നു നോക്കും, ഒന്നുമില്ല. അങ്ങനെ ആയിട്ട് തന്നെ ഇതുവരെ ഒരു രക്ഷയില്ല. ഇതുവരെ വന്നിട്ടില്ല അല്ലേ? പരിസരത്തൊന്നുമില്ല, ഒരു തുള്ളി പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ടാങ്കറിലെങ്ങനെ വെള്ളം എത്തിച്ചിരുന്നോ കഴിഞ്ഞ ദിവസമൊക്കെ? ഒരു ദിവസം എനിക്ക് ടാങ്കറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ നെടുങ്കാട് റോഡിൽ നിർത്തിയ ഒരു മുടുക്കാണ്. ഒരു 150 മീറ്റർ നടക്കാൻ ഈ വയസ്സുകാലത്ത് എനിക്ക് മുക്കിക്കൊണ്ട് വരാനൊന്നും വയ്യത്തടെ. അല്ലെങ്കിൽ പിന്നെ ജഡ്ജി റോഡിന്റെ ഉള്ളിൽ കൂടെ കയറി വന്നാൽ പൈപ്പിൽ എടുത്ത് ടാങ്കിലേക്ക് ഞാൻ കുറച്ച് അടുത്തെടുക്കാൻ പറ്റും. അല്ല, ആ ഭാഗത്തെ കൗൺസിലറോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഒക്കെ വന്ന് നോക്കിയോ? എല്ലായിടത്തും വെള്ളം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് കോർപ്പറേഷന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ചുമതലയാണല്ലോ. ഒരാളും വന്നിട്ടില്ല, ഒരാളും നോക്കിയിട്ടില്ല. കൊള്ളാം. നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? ഒന്ന് കുറച്ച് വെള്ളമെങ്കിലും എത്തിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വിളിച്ചോ? ഈ TV-യിൽ ഇപ്പൊ നമ്പർ കാണിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട്. ഈ നമ്പർ കാണിച്ചപ്പോ ഞാൻ വിളിക്കണത്, കാരണം ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിളിച്ചതാ. ശരി. അതെന്തായാലും നമ്മളിലൂടെ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇന്നത്തെ പത്രത്തിലുള്ള വാർത്തയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ അറിയിച്ചാൽ മതിയെന്നാണ്. അപ്പോൾ ദയവായി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് KSN നായർ കരമനയിൽ നിന്ന്, നേരത്തെ തമ്പുരാൻമുക്കിൽ നിന്ന് രാജു, ഇവരൊക്കെ പറയുന്നത് അവരുടെ വീടുകളിലേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്ന്. ദയവായി ശ്രദ്ധ വയ്ക്കുക, വേഗത്തിൽ അങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക.